ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ എവിടെ നിർത്തി? അവിടെ തന്നെ തുടങ്ങാം. അതെ, രാമേശ്വരം ടെമ്പിൾ. പുലർച്ചെ 4 മണിക്ക് നമ്മൾ രാമേശ്വരത്തെത്തി. സ്റ്റേഷനിൽ നേരെ ഓട്ടോ എടുത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തി. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് റൂമൊക്കെ നോക്കുന്ന സമയത്ത് റൂമൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ടായിട്ട് റൂം എടുത്ത് ജസ്റ്റ് ഫ്രഷ് ആവാൻ വേണ്ടി നോക്കാം. അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മളൊരു 6:30 അമ്പലത്തിൻ്റെ ഇനി നമുക്ക് അമ്പലത്തിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാം. അതായത് ഇന്ത്യയിലെ 4 പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോഴും അതുപോലെ പല ഭാഗങ്ങളിലും കൊത്തുപണികൾ ചെയ്ത തൂണുകളൊക്കെ ആയിട്ടുള്ളത്. അതൊക്കെ നമ്മളൊന്ന് നോക്കി നിന്ന് പോകട്ടോ. അത്രയും മനോഹരമായിരുന്നു കേട്ടോ ആ തൂണുകൾ കാണാനായിട്ട്. അതൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മളിതാ ദർശനം കാണാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂ നിന്നു. അത് പെട്ടെന്ന് പോകാമെന്നായിരുന്നു. ഉള്ളിലോട്ട് ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു. നടന്ന് നടന്ന് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ദർശനം കിട്ടി. അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അമ്പലത്തിൽ പോയ പിന്നെ പ്രസാദം അതൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ബോട്ടിലും ക്യാനിലും ഒക്കെ വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ 22 കിണറുണ്ട് കേട്ടോ. ഇതിൽ കുളിക്കുന്നത് പാപങ്ങൾ ഇല്ലാതാക്കും എന്നാണ് വിശ്വസിക്കുന്നത്. വന്നവരിൽ ഒട്ടുമിക്ക പേരും ഈ കുളത്തിൽ കുളിച്ചിട്ട് നേരെ ദർശനത്തിന് കയറുന്നതാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പാപങ്ങളൊക്കെ ഇല്ലാതാക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അങ്ങനെ പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം കോരി തലയിൽ ഒഴിക്കുന്ന ആ ഒരു ഇത് കണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവിടെ കുറച്ച് നേരം അങ്ങ് നിന്നു, എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ കണ്ടത് കടകളൊക്കെ ഓപ്പൺ ആക്കിയിരുന്നു. അതൊക്കെ നോക്കി അങ്ങ് നിന്നു. എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നും വാങ്ങാനായിട്ടൊന്നും നിന്നില്ല. ഈ ശംഖും കാര്യങ്ങളും വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി നിന്നു. സമയം ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ദാ ഒരു ഹോട്ടലിൽ കയറി നല്ല നെയ്റോസ്റ്റും ചായയും ഒക്കെ കുടിച്ച് അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സെൻട്രൽ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കാണ് കേട്ടോ പോയത്. അപ്പം ഇതിൻ്റെ വീഡിയോ ഞാൻ നേരെ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ് ഹൗസ് വരുന്നത്. അമ്പലത്തിലേക്ക് ട്രാവൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പം നമ്മൾ ഒരു സ്കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ വന്നു. അപ്പോൾ റൂമിൽ ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ധനുഷ്കോടിയിൽ പോകണം. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് പോകാനുള്ള പ്ലാനായിരുന്നു. അങ്ങനെ അവിടെ തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അപ്പോൾ ഒരു 2-2:30 ആകുമ്പോൾ നമ്മൾ ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടി റെഡിയായി. അപ്പോൾ ഒരു സ്കൂട്ടി നമ്മൾ റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഉപകാരമാണ് ഇങ്ങനെ റെൻറ്റിന് കിട്ടുക എന്നുള്ളത്. എന്താ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പോയി